വെൽക്കം ടു ഷാഹി ഇഫക്ട്. ചരിത്രം രചിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയശ്രീലാളിതനായ ശ്രീ രാഹുൽ മാങ്കുട്ടത്തിൽ MLA ആയതിനു ശേഷം ആദ്യമായി തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. ഇവിടെ DCC ചേർന്ന കൃത്യമായ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ പാലോട് രവിയെ സാദരം ക്ഷണിക്കും. ആദ്യം ഈ സ്നേഹ സമ്മേളനം ആരംഭിക്കുകയാണ്. ഇവിടെ ഈ സമ്മേളനത്തിന്റെ ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സമ്മേളനത്തിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഏറ്റവും പ്രിയങ്കരനായ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഹൃദയവികാരമായ, ഞാനൊരു ഒറ്റ വാക്കിൽ പറയുകയാണ്, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ അടച്ചതിന് ശേഷം വൈകുന്നേരം അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്ന ഓർഡറുമായിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്റെ വാഹനത്തിൽ ഞങ്ങൾ ജയിലിലേക്ക് കിടക്കുമ്പോൾ LPSന്റെ മതില് നിറയെ ഒരു 150-ൽ പരം വരുന്ന പെൺകുട്ടികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ കരുതി എന്തോ ഒരു കാര്യത്തിന് വേണ്ടി, അവരുടെ ക്യാമ്പസിന്റെ കാര്യത്തിന് വേണ്ടി അവർ വന്നിരിക്കുകയാണെന്ന് കരുതി. പക്ഷെ 9 മണിക്ക് രാഹുൽ മാങ്കൂട്ടം ജയിൽ വിമോചിതനായി തിരിച്ചു വന്നപ്പോ ഇതിലധികം പെൺകുട്ടികൾ അവിടെ കാത്തു നിന്നുകൊണ്ട് രാഹുൽ 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 എന്ന് വിളിച്ച് രാഹുലിനെ സ്വീകരിക്കുന്ന ഒരു ഹൃദയപൂർവമായ ചടങ്ങിന് അന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരുന്നു. അപ്പോ ചെറുപ്പക്കാരുടെ ഹൃദയവികാരമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ വർത്തമാനകാല രാഷ്ട്രീയത്തിന് ഒരു സ്തോമകരമായ രംഗം സൃഷ്ടിച്ചുകൊണ്ട് വെറുപ്പിന്റെ കടയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് എത്തിച്ചേർന്ന ശ്രീ സന്ദീപ് വാര്യർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സമാദരണീയരായ ജില്ലയിലെയും സംസ്ഥാനത്തിലെയും കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ ആളുകളെയും, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കളെയും സഹപ്രവർത്തകരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി ആദരണീയനായ ശ്രീ പാലോട് വീക്ഷണം. അധ്യക്ഷ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. കാരണം തിരുവനന്തപുരം ജില്ലയിലുള്ള ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നമ്മുടെ DCCക്കും ചെറിയൊരു പങ്കുണ്ട്. ഞാനത് കാരണം പ്രതിപക്ഷ നേതാവ് ഫോണിൽ വിളിച്ച് പാലക്കാട് നമ്മുടെ പുതുപ്പള്ളിയിൽ ചെയ്തതുപോലെ പാലക്കാടും നമ്മളിവിടെ നിന്ന് കുറച്ചു പേർ അത്യാവശ്യമായി എത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങൾ ആദ്യം ഒരു 20 പേർ ഇവിടെ നിന്ന് പാലക്കാട്ടേക്ക് പോയി. എനിക്ക് ഓർമ്മയുണ്ട്, ശ്രീ രാഹുൽ വന്ന യോഗത്തിലുണ്ട്. അന്ന് സന്ദീപ് വാര്യർ വന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ ശ്രീ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും ഞങ്ങൾ എല്ലാവരും കൂടെ ഈ യോഗം കൂടി. ആദ്യം മാത്തൂർ പഞ്ചായത്ത് എന്നാണ് തീരുമാനിച്ചിരുന്നത് KPCC. സൗത്തിൽ ശ്രീ എല്ലാ ചുമതലയും ഏറ്റെടുത്ത് ടൗണിൽ സൗത്തിൽ ശ്രീ നമ്മുടെ MLA ശ്രീ വിൻസെന്റ് ഉണ്ട്. ഈസ്റ്റിൽ ഞങ്ങളോട് പറഞ്ഞു, വളരെ ടഫ് ഏരിയയിൽ 12,000 വോട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ താഴെ പോയ നോർത്തിൽ നമ്മൾ ചുമതല ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാണ് ഞങ്ങളിവിടെ നിയോഗിച്ചത്. ഇന്നത്തെ കുറേ ദിവസം നമ്മുടെ ഈ പോയി വരും. പിന്നെ നമുക്കറിയാം, നമ്മുടെ ജില്ലയിൽ നിന്ന്
എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമായി പ്രധാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ വന്ന് വളരെ അവിടുത്തെ ഭവന സന്ദർശനത്തിനും നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിനൊക്കെ നല്ല നേതൃത്വം നൽകി അതിനൊരു ചെറിയ പങ്ക് നമുക്ക് ഉണ്ടായിട്ട് വന്നപ്പോൾ ആ റിസൾട്ട് നമുക്ക് നമ്മുടെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല അല്ലാതെ ഒരുപാട് സാഹചര്യം നമുക്ക് അവിടെ അനുകൂലമായി ഉണ്ടായി നമുക്കവിടെ വിജയിക്കാൻ കഴിയും. ഞാൻ രാഹുലിൽ കണ്ട ഒരു പ്രത്യേകത കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനൊക്കെ ഒരുപാട് തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുള്ള ആളാണ്. ഞാൻ രാഹുൽ ജനിക്കുന്നതിന് മുമ്പ് മത്സരിച്ച ഒരാളാണ്. 1987 മുതൽ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ്. പക്ഷെ രാഹുല് തെരഞ്ഞെടുപ്പിന്റെ ഒരു 2 ഘട്ടം 3 ഘട്ടം കഴിഞ്ഞപ്പോൾ രാഹുലിന് ഒരു ക്ഷീണവും കണ്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ നിൽക്കുന്ന നോർത്തില് പര്യടനത്തിന് വന്നപ്പോൾ അന്ന് ശശി തരൂരും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അന്ന് ആൾക്കൂട്ടത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അന്നും അതിനുശേഷം ഇലക്ഷൻ തീരുന്നത് വരെ വളരെ കേരളത്തിലെ യുവാക്കളുടെ ഒരു ജ്വലിക്കുന്ന പ്രതീകമായി തന്നെ ശ്രീ രാഹുൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നമ്മളെ നയിച്ചു. അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാക്കി എന്നുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് സന്ദീപിന്റെ ആവരം. ഞങ്ങളൊക്കെ അന്ന് പാലക്കാടുണ്ട്. സന്ദീപ് എടുത്ത തീരുമാനവും സന്ദീപ് ആ ഒരു തീരുമാനം എടുത്തതിന് ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ച നിലപാടുകൾ ഞാൻ വളരെ സന്തോഷത്തോടെ ഇവിടെ വെച്ച് ഞാൻ അത് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ മതനിരപേക്ഷതയെയും മതേതരത്വത്തെയും ഒക്കെ വിശ്വസിക്കുന്ന ജനങ്ങളെ ഇത്രയേറെ സ്വാധീനിച്ച ഒരു നില അതായിരുന്നു ശ്രീ സന്ദീപ് വാര്യരുടെ അർത്ഥം. അതും നമ്മുടെ തെരഞ്ഞെടുപ്പിൽ വളരെയേറെ നമുക്കറിയാം മുന്നേറ്റം നടത്താൻ സഹായമായിട്ടുണ്ട്. രണ്ടുപേരും ഇന്ന് ഈ മീറ്റിംഗിലെത്തി. ഞാൻ രാഹുലിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമുക്ക് തൃക്കാക്കര കഴിഞ്ഞു. നമ്മൾ തൃക്കാക്കര കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു സ്വീകരണ സമ്മേളനം സംഘടിപ്പിച്ചു. എനിക്ക് തോന്നുന്നു രാഹുലും ഉണ്ടായിരുന്നു. നമ്മൾ വലിയ സമ്മേളനമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുതുപ്പള്ളി കഴിഞ്ഞു. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മളിവിടെ സ്വീകരണ സമ്മേളനം വെച്ചു. രാഹുലിന് അധികം വൈകാതെ ഒരു ഡേറ്റ് തിരുവനന്തപുരത്ത് നമുക്ക് ഒരു തലസ്ഥാനത്ത് ഒരു സ്വീകരണ സമ്മേളനം നടത്തുന്ന ഡേറ്റ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് നമുക്ക് അതിവിപുലമായി മണ്ഡലം കോൺഗ്രസ് 182 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും നമ്മുടെ എല്ലാ പോഷക സംഘടനകളും ഞാനിവിടെയുള്ളപ്പോൾ പ്രത്യേകിച്ച് മഹിളാ കോൺഗ്രസിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അതായത് മറ്റൊന്നുമല്ല, ഞാൻ കുറച്ച് വീടുകളിൽ ഞാൻ കയറി കഹാറൊക്കെ ഞങ്ങൾ വീടുകളിൽ കയറി. പക്ഷെ ആ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരും അവിടെ എനിക്ക് തോന്നുന്നു നമുക്ക് അലോട്ട് ചെയ്തിരുന്ന സ്ഥലത്ത് കയറാത്ത വീടുകളില്ല എന്നുള്ളതാണ് സത്യം. എല്ലാ വീടുകളിലും അവര് ഈ പ്രചാരണപരമായി അവർ എത്രയോ ദിവസം അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് ഞാൻ പറയേണ്ട, കാരണം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അതുള്ള സുധീർ ഷായുടെ നേതൃത്വത്തിൽ ഒക്കെ അവിടെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രവർത്തനം ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നതിനും പ്രവർത്തനത്തിന് ആവശ്യമായ സഹായം ചെയ്യുന്നതിനും നമ്മുടെ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളും പ്രവർത്തകരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രത്യേകതയ്ക്ക് അനുസരിച്ച് തന്നെ നമുക്കൊരു നല്ല സമ്മേളനം തിരുവനന്തപുരത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് ഒരു പറ്റിയ ദിവസം ഉണ്ടാകണം. ആ ദിവസം ശ്രീ സന്ദീപ് വാര്യർ കൂടി തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം തീർച്ചയായിട്ടും സന്ദീപ് വാര്യനും വരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. രാഹുലിന് വളരെ സന്തോഷത്തോടെ എന്ന് പറയാൻ കാരണം രാഹുൽ സ്ഥാനാർത്ഥി ആകണം എന്ന് ഒരുപക്ഷെ മാസങ്ങൾക്ക് മുമ്പ് രാഹുലിനോട് പറഞ്ഞൊരാളാണ്. ഞാനത് ഇവിടെ നമ്മുടെ ഒരു കുടുംബ വീടായതുകൊണ്ട് ഞാൻ വീട്ടിൽ വെച്ചെന്ന് പറയുകയാണ്. രാഹുലിനതറിയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം കേരളത്തിലെ യുവാക്കൾക്കും നമുക്കറിയാം ഈ തൊഴിലില്ലാതെ നിൽക്കുന്ന പൊരുതുന്ന കേരളത്തിലെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഈ മഹാപ്രസ്ഥാനം നൽകിയ UDF നൽകിയ ഏറ്റവും നല്ല ഒരു സംഭാവനയാണ് ശ്രീ രാഹുലിന്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയം. അതിൽ പാലക്കാട് ജനങ്ങളെ പാലക്കാട് എല്ലാ സംവിധായകരെയും ഈ തിരുവനന്തപുരത്തുള്ള നമ്മൾ പ്രത്യേകം ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. രാഹുലിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. രാഹുൽ സംസാരിക്കുന്നതിന് മുമ്പ് 2 വാക്ക് സംസാരിക്കാൻ ശ്രീ സന്ദീപ് വാര്യർ. വീണ്ടും കാണുന്നതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ നന്ദി, നമസ്കാരം.